ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങളാണെങ്കിൽ ഡോറയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇരുന്നതാണ്. വലിയ കാര്യത്തിലാണ് ഡോറേനെ കുളിപ്പിച്ച് റെഡിയാക്കിയൊക്കെ ഇരുത്തിയതായിരുന്നു. പക്ഷെ സംഗതി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴ ഇവിടെ. അപ്പം ഞങ്ങളാണെങ്കിൽ വൈകിട്ടൊന്ന് കിടന്നയാ. ഇവിടെ ഇപ്പോൾ എത്ര മണിയായി? 5 മണി കഴിഞ്ഞില്ലേ? അപ്പം ഞങ്ങളാണെങ്കിൽ ഒന്ന് കിടന്നതാണ്. അപ്പൊ ഒരു സാമ്പാർ ഇതാ കണ്ടില്ലേ? ഇവളുടെ അടുത്ത് കിടന്നായിരുന്നു, കട്ടിലെ കിടക്കുമായിരുന്നു. എന്നിട്ട് ഇവളുടെ മേത്ത് കയറിയിട്ടായിരുന്നു മൊത്തം ഗുസ്തി. അങ്ങനെ ഞാൻ എന്ത് എന്നാ ഇവിടെ വന്ന് കിടക്കുന്നു പറഞ്ഞോണ്ട് ഇവിടോട്ടൊന്ന് പിടിച്ചിരുത്തിയതാ. ഇപ്പൊ ഞാൻ അനുഭവിക്കുക എന്തില്ലേ. എന്റെ നെഞ്ചത്തായിരുന്നു ഇത്ര നേരം. ഇപ്പൊ കൊണ്ട് താഴോട്ട് ഇറങ്ങിയത് മൊബൈൽ ഉണ്ടാവുന്ന മൊബൈൽ പിടിക്കാൻ വേണ്ടി പോവാ. സ്റ്റിക്കെ പിടിച്ച് തീർന്ന് അയ്യോ നിങ്ങളുടെ വീട്ടിലെ സന്താനങ്ങൾ ഇങ്ങനാണോ? പറയും. ഇത് കണ്ട് വിട് വിട് വിട്. അപ്പൊ വീഡിയോ എടുക്കട്ടെ. ഒരു വിധം ഒപ്പിച്ചെടുത്ത് എന്നെയും പിടിച്ചോണ്ട് കുറച്ചേരം നിന്നു. പിന്നെ എന്റെ നെഞ്ചത്ത് കയറി ഇരുന്നു. പിന്നെ കൊറേ ആളെന്നെ പിടിച്ച് നിക്കാൻ വേണ്ടി നോക്കുക. സ്റ്റിക്ക് വേണം. നിന്നിട്ട് സ്റ്റിക്കെ പിടിച്ച് ബാലൻസ് നിക്കാറൊക്കെ. ഓ ഇവിടെ ഭയങ്കര മഴ. നല്ല ഗബ്രു മഴ പെയ്യുന്നേ. അയ്യോ ഗബ്രു ചരിഞ്ഞേ. ഞാനൊന്ന് നിന്നെ പിടിച്ചോട്ടെ. മഴ ഭയങ്കര മഴ കേട്ടോ. ഭയങ്കര മഴ വെച്ചാൽ ഭയങ്കര മഴ. മഴ പെയ്യുന്ന നോക്ക്. നമ്മുടെ ഇവിടെ വാതിൽ തുറന്നു കിടക്കുമല്ലോ. അയ്യോ വാതിൽ കാണാൻ പറ്റില്ലല്ലേ. വാതിൽ തുറന്നു കിടക്കുവാണ്. കറണ്ടും ഇല്ല. ഇവിടെ ആണെങ്കിൽ ഉത്സവമാണ്. ഇത് മൂത്തോട്ടി അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പം അതുകൊണ്ട് കറണ്ട് ഇല്ല. അതാ ഇരുട്ടായിട്ട് കിടക്കുന്നത്. മൊബൈലിൽ ഒന്നിനും ചാർജ് ഇല്ല. എന്നാലും ഞങ്ങൾ വീഡിയോ എടുക്കും. എന്താ ഞാനിവിടെ ഇപ്പം നിലത്ത കൂടുതലും കിടക്കുന്നത്. കാരണം ഇവനാണെങ്കിൽ കട്ടിലേക്ക് കിടന്നുകൊണ്ട് ഭയങ്കര ഒഴിച്ച്. അത് മാത്രമല്ല ഞാൻ കട്ടിലോട്ട് കയറുമ്പോഴേക്ക് ഇവിടെ ഒരാൾ കരയാൻ തുടങ്ങും. അയ്യോ പയ്യെ കയറണേ, അയ്യോ പയ്യെ കയറണേ. തൊട്ടില്ല, സ്പ്രിങ്ങിന്റെ തൊട്ടിലോ. എനിക്കാണെങ്കിൽ പിള്ളേർ പോലും അണങ്ങുമ്പോ എനിക്ക് ഭയങ്കര ശരീരവേദനയല്ലേ. എന്തിനു പറയുന്നത്? ഗബ്രൂട്ട കയറി എന്തെങ്കിലും ചെയ്യുമ്പോ തന്നെ പറയും എടാ അമ്മയ്ക്ക് വേദനയാ, അമ്മയ്ക്ക് വേദനയാണ്. അന്യായ ചവിട്ടും വേദനയുള്ള വിരളെ പിടിച്ച് അവൻ കളിക്കുന്നതാണ്. അവൻ അറിയത്തില്ലല്ലോ. ഇന്നലെയാണെങ്കിൽ നമ്മൾ വീഡിയോ എടുത്തപ്പം പറഞ്ഞ് മൂക്ക് ചീറ്റിയിട്ട് വന്നിരിക്കും ഭയങ്കര ബോറാണെന്ന്. എനിക്ക് സത്യത്തിൽ മൂക്ക് ഒലിക്കുമല്ല. ഞാൻ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. 2-3 തവണ പോയിട്ട് ഞാൻ അവിടെ കിടക്കുന്ന ഞാൻ തുടയ്ക്കാൻ വേണ്ടി ഒരു തുണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഇങ്ങനെ തുടയ്ക്കുന്നത് കാണാൻ പറ്റും വീഡിയോക്കകത്ത്. ഒലിക്കുമല്ല, എനിക്ക് പക്ഷെ ഫീലാകുകയാണ്. അമ്മേ ഒലിക്കുന്ന പോലെ എനിക്ക് പക്ഷെ ഫീലാകുകയാണ്. അതുകൊണ്ടാണ് ആ വലി. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ലോണം തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡോറയുടെ ഫോൺ അവിടെ കുത്തിയിട്ടേക്കാണ്. ഇവിടെ ഡ്രോയിൽ കുത്തിയിട്ടേക്കാണ്. അത് എടുക്കാൻ വേണ്ടി ഒരാൾ പോയതാ. നമ്മളിവിടെ മെഴുകുതിരി കത്തിച്ച് വെച്ചേക്കുക. അതിൻ്റെ ഒരു വെട്ടമാണ്. പിന്നെ മൊത്തം ഇരുട്ടാണ്. അതുകൊണ്ട് ആ മുഖമൊക്കെ കറക്റ്റ് കാണാൻ പറ്റാത്തത്. ഭയങ്കര ഡാർക്കായിട്ട് കാണുന്നത്. പിന്നെ ഗബ്രൂട്ടനെയാണെങ്കിൽ ഉടുപ്പിട്ടില്ല. കാരണം ഞങ്ങൾ പോകാനായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം കുളിപ്പിച്ചില്ല, മേലെ എഴുതി കൊണ്ടുവന്നു. അവന് ഗബ്രൂട്ടിന് വയ്യാത്തതുണ്ട്. മേലെ എഴുതി കൊണ്ടുവന്നിട്ട് തുടച്ച് ഡൈപ്പറൊക്കെ ഇടിയിച്ചിട്ട് ഇങ്ങനെ ഇരുത്തിയതാണ്. പോകാൻ നേരത്തെ നമ്മൾ പുതിയ ഡ്രസ്സ് ഇടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തിയായിരുന്നു. അപ്പം ഡോറയും ഞാനാണെങ്കിൽ മേലൊക്കെ തുടച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു. പോണോ വേണ്ടോ കാരണം ഇതുപോലെ ഒരു ദിവസം നമ്മൾ നാസിയുടെ വാപ്പ മരിച്ചതിൻ്റെ ചടങ്ങ് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നുണ്ടെന്നില്ലേ. വരുന്നതിൻ്റെ അന്ന് ഇതുപോലെ ഞങ്ങൾ ആശാരിമുക്ക് എത്തിയപ്പോൾ ഭയങ്കര മഴ. നനഞ്ഞിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഒരു സ്റ്റുഡിയോ കയറിയിരുന്നു. കുറേ നേരം ഇരുന്ന് മഴ തീരും വിചാരിച്ച് ആ സ്റ്റുഡിയോ കയറി ഇരുന്നിട്ട് ഒത്തിരി നേരം ഇരുന്നിട്ട് തീർന്നില്ല അല്ലേ. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അടുത്തുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡിൽ പോയി. മഴ നിന്നിട്ടില്ല, മൊത്തം നല്ല പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴ. അപ്പം എനിക്ക് വിചാരിച്ചു ഇവരെങ്കിലും നമുക്ക് വീട്ടിലെത്തിക്കാൻ വിചാരിച്ചു. ഇവളും കുഞ്ഞും കടയിൽ തന്നെ ഇരിക്കുക, കുറേ നേരമായിട്ട് ആ സ്റ്റുഡിയോ തന്നെ ഇരിക്കുക. അപ്പം മോനാണ് ഇടയ്ക്ക് നല്ലോണം കരയാനും ഒക്കെ തുടങ്ങിയായിരുന്നു.
അങ്ങനെ പിന്നെ എന്ത് ചെയ്താലും ഒരു ഓട്ടോ ഇവിടുന്ന് വിളിച്ച് നമ്മളിവിടെ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ പരിസരം മൊത്തം വെള്ളം എന്ന് വെച്ചാൽ അങ്ങോട്ട് ഓട്ടോയിൽ ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ മുട്ടിൻ്റെ അത്രയും വരെ ആകാറായി. ഇത് നമ്മുടെ കാലിൻ്റെ അരഭാഗത്തോളം ആയി വെള്ളം ഇവിടെ അപ്പോഴത്തേക്ക്. അമ്മാതിരി മഴയായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിയുണ്ട്. കാരണം ഇപ്പം പോകുന്നത് കരുനാപ്പള്ളിയിലാണ് പോകേണ്ടത്. നല്ല റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ ഉണ്ടെങ്കിൽ പെട്ടുപോകും. ആ ഒരു കാരണം കൊണ്ട് ഞങ്ങളിങ്ങനെ സംശയിച്ചിരിക്കുമായിരുന്നു, പോണോ വേണ്ടയോ. പിന്നെ മഴയുടെ കിടപ്പും കാര്യങ്ങളെല്ലാം കണ്ടപ്പോഴത്തേക്ക് പിന്നെ വിചാരിച്ച് പോകണ്ട, ശരിയാവത്തില്ല. ഒരാൾ ഉറക്കം തൂങ്ങിയിരിക്കട്ടെ, നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ഇവനെ ഇപ്പോൾ ഉറക്കുമ്പോൾ നമ്മൾ കിടത്തിയ ഡോറയുടെ പാല് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. കിടത്തി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പാല് കുടിച്ചിട്ട് 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഡോറയുടെ മേളിൽ കയറിയിരുന്നൊരു ഗുസ്തി പിടുത്തം അങ്ങോട്ട് നടത്തും. എന്താ ഗബ്രൂട്ടൻ വീഡിയോയില് ഗബ്രൂട്ടൻ സ്പോട്ടഡ്. അവിടെ ഞാൻ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് വെട്ടത്തിന് വേണ്ടിയിട്ട്. അതിന്റെ വെട്ടത്തിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അതിപ്പോ വെട്ടം കുറഞ്ഞിരിക്കുക. അയ്യോ, ഗബ്രൂട്ടൻ ഉറക്കം വരുന്നോ? ഇവൻ കരയാണോ ഞാനും കൂടെ കരയാം. അപ്പൊ കരച്ചിലായി നിൽക്കും. അബ്ബായി ആശ്വസിപ്പിക്കുന്നില്ലേ? അബ്ബക്ക് സങ്കടം വരുന്നല്ലോ. വേണ്ട, സ്റ്റിക്കെ പിടിക്കണ്ട. പിടിച്ച് 2 കൈ കൊണ്ട് പിടിച്ച് വിട്. അബ്ബ വീഡിയോ എടുക്കട്ടെ. മതി. എന്നാ പാല് വേണോ? ദേഷ്യം വന്നാ പിന്നെ അന്യായ ദേഷ്യം. ശരി. അമ്മ എടുത്ത് കിടത്താം. എല്ലാവരോടും ബൈ പറ. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ പറഞ്ഞേ.